സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് നമ്മൾ ശീതകാല പച്ചക്കറികൾ നടേണ്ടത്. ഹായ് ഹലോ, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ക്യാബേജ് കോളിഫ്ലവർ കൃഷി രീതിയാണ് ഇന്ന് ഷാജു ചേട്ടൻ നമ്മളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. എൻ്റെ പേര് ഷാജു മഞ്ഞളി ആണ് വീട്ടുപേര്. എൻ്റെ സ്ഥലം കറുകുറ്റി, അതായത് അങ്കമാലി എറണാകുളം ജില്ലയിൽ കറുകുറ്റി പഞ്ചായത്തിൽ ബസ്ലേഹം എന്ന് പറഞ്ഞ ഏരിയയിലാണ് എൻ്റെ വീട്. കറുകുറ്റി അതായത് അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിനാണ് 3 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി വരണം എൻ്റെ വീട്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് ടെറസിലാണ്. അപ്പോൾ നമുക്ക് ടെറസിലേക്ക് പോകാം. ഇപ്പോൾ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഇവിടെ നിരനിരയായിട്ട് ചേട്ടൻ പിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും എപ്പോഴാണ് നടേണ്ട കറക്റ്റ് സമയം? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥകളനുസരിച്ച് സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസം നമുക്ക് 2 മാസമായിട്ട് ഈ സാധനം കൃഷി ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സെപ്റ്റംബറിൽ നട്ട തൈയാണ്. സെപ്റ്റംബർ 2ാമത്തെ ആഴ്ച അല്ല 9ാമത്തെ ആഴ്ചയിൽ ഞാൻ നട്ട തൈകളാണ് അത് മാത്രം. പിന്നെ ഇത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിച്ച് എല്ലാം ഒരു 100 തൈ നടുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നടരുത്. കാരണം ഘട്ടം ഘട്ടമായിട്ട് ഒരാഴ്ച 2 ആഴ്ച ഗ്യാപ്പ് ഇട്ട് സാധനം നടുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് വിളവെടുക്കാതിരിക്കാൻ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നവർക്ക്, ബൾക്കായിട്ട് ചെയ്യുന്നവർക്ക് കൂടുതൽ ചെയ്താലാണല്ലോ അതുകൊണ്ട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു 10-12 തൈ ഒരു പ്രാവശ്യം നടും. അത് കഴിഞ്ഞ ഒരാഴ്ച ഗ്യാപ്പിൽ വീണ്ടും ഒരു 10-12 നടും. അപ്പം എന്ന് വെച്ചാൽ ഇപ്പം ഇനി ഈ ഇരിക്കുന്നതെല്ലാം അങ്ങനെ സെക്ഷനായിട്ടാണ് നമ്മൾ നടുന്നത്. അപ്പം നമുക്ക് ഇത് തീരുമ്പോഴേക്കും അടുത്ത് റെഡിയാവും. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി മുതലായവ നടേണ്ട രീതി എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം പച്ചക്കറി തൈകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ചെടികൾ നടാൻ പാകമാക്കി വെച്ചിരിക്കുന്ന മീഡിയമാണ് ഈ സാധനം. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ ചേർത്ത്? ഇതിനകത്ത് അതായത് ഇത് പഴയ മണ്ണ് തന്നെയായിരുന്നു. ഇതിനകത്ത് പകുതി പുതിയ മണ്ണുണ്ട്, ചകിരിച്ചോറുണ്ട്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ട്രൈക്കോഡർമ ചേർത്ത് ചാണകപ്പൊടി, ഇത്തരം സാധനം ഇതിനകത്ത് എല്ലാം റെഡിയാക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ് ഗ്രോബാഗാണ്. അപ്പൊ നേരത്തെ കുമ്മായി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ആ മണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇനി ആ പുതിയ മുൻപ് നട്ട ചെടികൾക്ക് വളം കൊടുക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് മണ്ണ് വെച്ചിരിക്കുന്ന സംഭവം. നമ്മൾ മറ്റു ചെടികൾക്ക് നിറയ്ക്കുമ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന ആ ഗ്രോബാഗിലെ പകുതി മണ്ണ് കൂട്ടി വെച്ചിരിക്കുന്ന സംഭവം. അപ്പൊ ആ മണ്ണ് തന്നെ വീണ്ടും അതിനകത്ത് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ചെടികൾ വളം ഇടുമ്പോൾ എപ്പോഴും കുറച്ച് മണ്ണിട്ട് കൂട്ടി കൊടുക്കുക. അതുകൊണ്ടാണ് അര ബാഗ് ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുമ്പോൾ പകുതി നിറയ്ക്കാൻ പറയുന്നത്. എൻ്റെ ഏത് ചെടി നടുമ്പോഴും നടാൻ പറയുന്നത്. തിരിച്ച് നമ്മൾ പിന്നെ നമുക്ക് മണ്ണിടാൻ മീഡിയ ഇടാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് അര ഭാഗം മണ്ണ് നിറയ്ക്കാൻ പറയുന്നതിന്റെ കാര്യം. പിന്നെ വളം ഇടുമ്പോൾ കുറച്ച് മണ്ണ് നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് 2 ചെടി നട്ടാലോ? ഒരെണ്ണം ക്യാബേജ്, ഒരെണ്ണം കോളിഫ്ലവർ നട്ടാലോ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. ഇത് ബ്രക്കോളിയുടെ തൈയാണ്. നമ്മൾ തൈ നടുമ്പം വേണ്ട മണ്ണ് അല്പം എടുത്ത് മാറ്റുക, തൈ എടുക്കുക. ഇപ്പോൾ ഈ തൈക്ക് ഒരു കേടും വന്നില്ല, നേരെ വയ്ക്കുക. തൈ അറിഞ്ഞില്ല, ഗ്രോ ബാഗിലേക്ക് ആയത്. ഇനി പിന്നെ നമ്മൾ നട്ട് കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ അല്പം സ്യൂഡോമോണാസ് ഇതിന് ചുറ്റും കലക്കി ഒഴിച്ച് കൊടുക്കും. ഒന്നുകിൽ നമുക്കിത് നേരത്തെ നടന്നതിന് മുൻപ് ഇതിനകത്ത് ഒഴിച്ച് വെക്കാം, അതല്ലെങ്കിൽ ഇത് നമ്മൾ സ്യൂഡോമോണാസിനെ കലക്കിയ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ഈ മണ്ണ് ഈ വേര് പിടിച്ചത് വിട്ടുപോകും. അത് പോയില്ലെങ്കിലും കുഴപ്പമില്ല, പോയിന്ന് അരിച്ചും കുഴപ്പമില്ല. അത് 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളം. അപ്പോൾ അത് ആഴ്ചയിൽ എല്ലാ ചെടികൾക്കും, അതായത് 1 ലിറ്റർ വെള്ളത്തിൽ സ്യൂഡോമോണാസ് കലക്കി കഴിഞ്ഞാൽ അതിൻ്റെ തെളി സ്പ്രേ ചെയ്യാം. അതിൻ്റെ അടി ഊറി വരുന്ന സംഭവം കടക്കി ഒഴിച്ച് കൊടുക്കുകയും ചെയ്യും. ഇത് വളർച്ചാ ത്വരിതകമാണ്. ഒപ്പം മണ്ണിൽ വരുന്ന ചെറിയ കീടങ്ങളുടെ കംപ്ലൈൻറ്റ് വരുന്ന ഈ വാട്ടർ രോഗത്തിനൊക്കെ സ്യൂഡോമോണാസ് എപ്പോഴും നല്ലതാണ്. പക്ഷെ എല്ലാ ആഴ്ചയിലും അത് റെഗുലറായിട്ട് ഇത് പരിചരണം ശ്രദ്ധിച്ച് കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ. ഇത് കോളിഫ്ലവർ ആണ്, മുമ്പ് നട്ടത് ബ്രക്കോളി. നമ്മുടെ ആ ഒരു ചെടി വെക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയ കുഴി എടുത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ ഗ്ലാസ് വേണമെങ്കിൽ വീണ്ടും നമ്മൾ രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്കിപ്പോൾ 10 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്യൂഡോമോണാസ് ഈ ഒരു ഗ്ലാസ് എടുത്താൽ മതി. 10 ലിറ്റർ വെള്ളത്തിന് വരെ സ്യൂഡോമോണാസ്. അപ്പോൾ അത് കണക്കാവും. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ 1 ലിറ്റർ വെള്ളമാണെങ്കിൽ ഇതിൻ്റെ 5-1 ഭാഗം എടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ താഴെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പൊടി ഇട്ടു, ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് 80 രൂപയുള്ളൂ ഈ 1 കിലോ. നമുക്ക് സർക്കാരിൻ്റെ അഗ്രികൾച്ചർ സെൻറ്ററിലെല്ലാം ഈ സാധനം വാങ്ങാൻ കിട്ടും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വാലിഡിറ്റി പറഞ്ഞു പറയുന്നത് 6 മാസമേ കിട്ടുള്ളൂ. അപ്പോൾ അതിക്ക് മുൻപ് ഇതല്ല, അത് ചാലക്കുടിയിലുണ്ട്. നമുക്കിപ്പോൾ ആദ്യത്തെ വെള്ളത്തിൻ്റെ നമ്മൾ നനയ്ക്കുന്നതിന് പകരം ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ചെടിയിൽ വേരിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഇതോടുകൂടി തരണം ചെയ്യും. ഇത് ഒരാഴ്ചയും കൂടി കഴിയുമ്പോൾ വീണ്ടും കൊടുക്കാം നമുക്കിത്. കാരണം ഫ്രഷ് വേര് നമുക്ക് മണ്ണിലേക്ക് ഇറങ്ങണം.
അപ്പോഴാണ് ചെടി വളർച്ച ഗ്രോത്ത് വരുള്ളൂ. പിന്നെ വേനൽക്കാലം വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൂടുതൽ അടിക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ കുറച്ച് ഇലകൾ പൊതിയിടുന്നത് നല്ലതാണ്. ചൂട് കാലങ്ങൾ കൂടുതൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പണിയെന്ന് വെച്ചാൽ കുറച്ച് കരിയില നമുക്ക് ഇതിന് ചുറ്റും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ വലിയ ഇലയിൽ ഇട്ട് കൊടുക്കരുത്. ഞാനിവിടെ ചെയ്യാറെന്ന് പറഞ്ഞാൽ പ്ലാവിൻ്റെ ഇല ചെറിയ പീസുകളാക്കി കത്തിരിക്ക് കട്ട് ചെയ്തിട്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വരികയില്ല, എന്നാൽ മണ്ണിനൊരു പ്രൊട്ടക്ഷനും കൂടിയായി. കാരണം നേരിട്ട് ചൂടുകൂടെ മണ്ണിലെ സൂക്ഷ്മജീവികൾ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതന്നെ നനയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. ഒപ്പം നമുക്കതൊരു ജാതിയുടെ ഇല ഒന്നും പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ജാതിയുടെ ഇല കംപ്ലൈൻ്റ് ആണ്. തേക്കിൻ്റെ ഇല ഒന്നും പാടില്ല. തേക്കിൻ്റെ ഇല പാടില്ല. കൊന്നയുടെ ഇലയൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കും. ഏറ്റവും നല്ലത് കൊന്നയുടെ ഇലയാണ്. ഞാനിപ്പോൾ അത് സാധാരണ ഞാൻ ഇടാറ് കൊന്നയിലയും പ്ലാവിൻ്റെ എല്ലാം ചെറിയ പീസുകൾ. കൊന്നയുടെ ഇലയാകുമ്പോൾ നമുക്ക് ചെറിയ ഇലയാണ്. അത് നിറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഉണങ്ങി അത് പച്ചയില ഇട്ട് കൊടുക്കാം. കൊന്നയിടയിലൊക്കെ 2 ദിവസം കൊണ്ട് വാടിക്കും. അപ്പോൾ അതൊരു ബെഡായി തന്നെ മുകളിലോട്ട്. ഔഷധം പോലെ. ഈ കൊന്നയുടെ ഇല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ കർഷകർ നമ്മൾ നെൽകൃഷിയൊക്കെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്ന ഇലകളായിരുന്നു ഈ കൃഷികൾക്ക് ഉപയോഗപ്പെടുത്തുന്നത്. അതിനകത്തൊക്കെ ന്യൂട്രീഷനും ഒക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒരിക്കലും ഒരു സംഭവം ചെയ്തതാണ്. മറ്റേ ആടിൻ്റെ മൂത്രത്തിനകത്ത് ഈ കൊന്നയില ഇട്ടിട്ട് അതൊരു കീടനാശിനിയായിട്ട് ഉപയോഗിച്ചു. നല്ല ഇതായിട്ട് നമുക്ക് കിട്ടിയായിരുന്നു സംഭവം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ വെണ്ട, പാവൽ അങ്ങനെ കുറേ പച്ചക്കറികളുടെ ഒക്കെ തൈകൾ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കറുകുറ്റി വഴിയൊക്കെ പാസ് ചെയ്ത് പോകുന്നവർക്ക് ചേട്ടൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വാങ്ങിക്കാം. അതുപോലെ വിത്തുകൾ എങ്ങനെയാണ് ദൂരമുള്ളവർക്ക് വരാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് കൊറിയറായിട്ട് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അല്ലേ? വിത്തുകൾ ആവശ്യമുള്ളവർക്ക് കൊറിയറിൽ അയച്ചു കൊടുക്കും. ഇത് ക്യാരറ്റാണ്. ഈ ക്യാരറ്റും ബീറ്റ്റൂട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100 തൈ പായി കഴിഞ്ഞാൽ ഒരു 50-60 എണ്ണത്തിൽ കൂടുതൽ നമുക്ക് എന്തായാലും മുളച്ച് കിട്ടില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ജെർമിനേഷൻ റേറ്റ് കുറവുള്ള സംഭവമാണ്. ഇതൊക്കെ ഇപ്പൊ തൈകള് പാവി മുളച്ച് വരുന്നത്. ഇതാണ് സുന്ദരി ചീര എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ ചീരയേക്കാളൊക്കെ ഏറ്റവും ടേസ്റ്റും ഈ സാധനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി വലുതായി നമുക്ക് കുറേ നാളിന്റെ വിളവെടുക്കാൻ പറ്റുന്നുള്ളതാണ്. കാര്യം ഒരു നല്ല മാസങ്ങളോളം നമുക്ക് വിളവെടുക്കാം. കട്ട് ചെയ്ത് മറ്റു ചീരകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇത് കഴിഞ്ഞാൽ അതിന്റെ കഴിഞ്ഞു. ഈ ചീരക്കുള്ള ഇതിന്റെ വയലറ്റും ഉണ്ട്, പച്ചയുണ്ട്. ഇത് ടൊമാറ്റോ ആണ്. അപ്പൊ ഇത് നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് പറയാവോ? അതായത് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ മണ്ണ് ഒരുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്ന മണ്ണ് നമ്മൾ കുമ്മായം ആയിട്ട് ഇത് ചെയ്ത് ഒരു 10-14 ദിവസം നമ്മൾ തണലിലിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കൃഷി രീതിയിലേക്ക് ആദ്യത്തെ ഒരു കടക്കുന്നത് അങ്ങനെയാണ്. കാരണം ഈ മണ്ണിൻ്റെ ഈ pH കറക്റ്റ് ചെയ്യാനും അതുപോലെ അമ്ലത പുളിരസം ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായം ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെടികൾ വേര് വലിച്ചെടുക്കുന്നതിൽ ഇത് അത്യാവശ്യമാണ് വലിച്ചെടുക്കാനായിട്ട്. കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണില് നടാവും. ഏത് തൈകൾ നടുന്നതിനും അത് കുമ്മായം നമുക്ക് മസ്റ്റാണ്. കാലാവസ്ഥയ്ക്കും നമ്മുടെ മണ്ണിന്റെ പ്രത്യേകത അനുസരിച്ച് രാസവളങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഓൾറെഡി കുമ്മായം ഉപയോഗിച്ചില്ലെങ്കിൽ ഒട്ടും പറ്റില്ല. ചുരക്കയാണ്. ഇത് പടവലം, ഇത് കുക്കുംബർ, നമ്മുടെ പാവലാണ്. പിന്നെ ഇത് 2 ഇനത്തിൽ നമ്മൾ തൈ കൊടുക്കുന്നുണ്ട്. ഇതിലെ തൈകളാണെങ്കിൽ നമ്മൾ 5 രൂപയ്ക്കും ട്രേയിലെ തൈ ആണെങ്കിൽ നമ്മൾ 3 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ട്രേയിലാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് ഒരു ട്രേ ആയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അല്ല, വേണോ അത്ര എണ്ണം മുറിച്ച് കൊടുക്കും. കപ്പിൽ വെച്ചേക്കാണെങ്കിൽ 5 രൂപയ്ക്ക് കൊടുക്കും, മറ്റേണെങ്കിൽ 3 രൂപയ്ക്ക് കൊടുക്കും. തക്കാളി എങ്ങനെയാ? അല്ല, ഈ തൈകളെല്ലാം 3 രൂപയാണ്. ട്രേയിൽ വരുന്ന തൈകൾ നമ്മൾ 3 രൂപയ്ക്കും മറ്റത് 5 രൂപയ്ക്കും കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് 1 രൂപ 10 പൈസ ഇപ്പൊ നിലവിൽ ഓൾറെഡി വില വരുന്നു. അപ്പൊ പിന്നെ നമുക്ക് കിട്ടുന്നത് 90 പൈസയിൽ 80 രൂപ. നമുക്ക് ഈ വളം എല്ലാം കഴിഞ്ഞ് കിട്ടുന്നത് ആകെ പൈസ 90 പൈസയിൽ 80 പൈസയാണ്. ചിലർക്ക് ഇങ്ങനെ വലിയ തൈകളായിട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൈ ഒരു കാരണവശാലും ഇപ്പൊ ഇതിന്റെ വേര് ഒന്നും പോകണ്ട. കാരണം ഇത് അങ്ങനെ തന്നെ നമുക്ക് എടുത്തു വെക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. മണ്ണിലേക്ക് നടുമ്പോ ചെടി അറിയില്ല, ചെടി അവിടെ അനക്കം തട്ടുന്നില്ല, ഇതിലും വരുന്നില്ല സംഭവം. കണ്ടോ, അങ്ങനെ അത് എടുക്കുമ്പോ അതിന്റെ അടിയൊന്ന് പുഷ് ചെയ്യാ. ആ ചെടിക്ക് ഒന്നും പറ്റിയിട്ടില്ല. നനയ്ക്കാതെ ഒരു പ്രശ്നം അത് വഴുതന. ഇത് വയലറ്റ് ആണ്, നീളൻ വയലറ്റ് വഴുതന. കാരണം ഈ ക്യാബേജ് കോളിഫ്ലവറിനകത്ത് പെട്ടെന്ന് തന്നെയാണ് ബ്രക്കോളിയാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഒരു സാധനം. പക്ഷെ നമ്മുടെ ആളുകൾക്ക് അത് മനസ്സിലാക്കുന്നില്ല. ഒത്തിരി ഐറ്റംസ് നമുക്ക് നമ്മുടെ ശീതകാല പച്ചക്കറികളിൽ വരുന്ന സാധനങ്ങളുണ്ട്. പക്ഷെ ആളുകൾ ഇതൊന്നും ഞാൻ തൈകൾ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് അത്ര താല്പര്യം വരുന്നില്ല, അതിനെക്കുറിച്ച് അറിയില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്ന സംഭവം.
നമ്മൾ സാലഡിന് ഉപയോഗിക്കുന്ന ഒത്തിരി സാധനങ്ങളുണ്ട്. പക്ഷേ യൂറോപ്യൻസിനും അല്ലെങ്കിൽ നമ്മൾ വിദേശ രാഷ്ട്രങ്ങളിൽ പോയിരിക്കുന്ന അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ആ സാധനം നല്ല സാധനമാണ്. പക്ഷെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇറച്ചി മീനാണ് അവരുടെ മെയിൻ ഭക്ഷണ രീതിയിലേക്ക്. ഇതിന്റെ ഗുണഗണങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. പിന്നെ ആരും മെനക്കെടാനും തയ്യാറല്ല. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഒരു തൈ വാങ്ങിച്ച് ഇതിന്റെ വളങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും 100 മില്യൺ രൂപ അതിന് ഓൾറെഡി നമുക്ക് ചിലവ് വരും. അപ്പൊ അതിനകത്തൊന്നും കിട്ടും ഇൻപുട്ട് അത്ര വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ 50 രൂപ 40 സാധനം മേടിക്കാൻ കിട്ടുമല്ലോ. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പണിയെടുക്കാതെ എളുപ്പം കാര്യങ്ങൾ നടത്തും. നമ്മുടെ തക്കാളി നിറയുണ്ടായി. ഇത് ചെറിയ മണി തക്കാളി ടൈപ്പ്, ചെറിയ തക്കാളി. മണ്ണിരക്ക് ഒത്തിരി പേര് ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് ചേട്ടൻ. നമ്മള് ചെടികളും കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ വെറൈറ്റി ചെടികളുണ്ട്. ഇവിടെ നിന്ന് പച്ചക്കറി തൈകളും വിത്തുകളും മാത്രമല്ല കേട്ടോ, വെർമി വാഷ്, മണ്ണിര കമ്പോസ്റ്റ് ഇതൊക്കെ ഇവിടെ നിന്ന് ചേട്ടൻ വിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ചെടി നടുമ്പോൾ ഹാഫ് ഭാഗം മാത്രമേ നമുക്ക് ചെടിക്ക് മണ്ണ് ആദ്യം തൈ നടുമ്പോൾ ഇടാൻ പാടുള്ളൂ. പിന്നെ 4-5 വളം എങ്കിലും മിനിമം കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ സ്ഥാപനത്തിനോ ഷോപ്പിനോ നഴ്സറിക്കോ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം ഇതിന്റെ വേരുകൾ ഈ ഇലകൾ പോകുന്നിടത്ത് വീണ്ടും വേരുകൾ പൊട്ടി ഇതിന് മണ്ണ് കൂട്ടി കൊടുക്കണം. അപ്പോഴാണ് ഈ ചെടി ഈ വേരുകൾ പുതിയ ഫ്രഷ് വേര്, പഴയ വേര് വളം വലിച്ചെടുക്കുന്ന കാര്യത്തിൽ പുറകോട്ട് വരും. അപ്പൊ പുതിയ ഫ്രഷ് വേര് വരുമ്പോഴാണ് ഈ ഇട്ട് കൊടുക്കുന്ന വളം വലിച്ചെടുക്കാനായിട്ട് വേരുകൾ പുതിയ പൊടി. അതുകൊണ്ടാണ് നമ്മൾ മണ്ണ് ഇങ്ങനെ കൂട്ടി കൊടുക്കണമെന്ന് പറയുന്നത്. പുതിയ വേരുകൾ ഈ ഓരോ ഞെട്ടിലും പുതിയ വേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എത്ര നാള് കൂടുമ്പോഴാണ്, എത്ര ദിവസം കൂടുമ്പോഴാണ് നമ്മൾ 14 ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്ക് വളം കൊടുക്കും. ശരിക്കും ഈ ഒരു ക്യാബേജും കോളിഫ്ലവറും നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് ഉണ്ടാകുന്ന ഇനമാണ് നമ്മളിവിടെ. അതായത് കേരളത്തിൽ കൃഷി ചെയ്യുന്ന, അതായത് ഏതൊരു സ്റ്റേറ്റിലേക്കും അതിനേതായ രീതിയിലുള്ള വീടുകൾ ശരിക്കും നമുക്ക് ഹൈബ്രിഡ് ഇനങ്ങൾ ഇറക്കുന്നത് അങ്ങനെ നമുക്ക് എത്ര നാൾ കൊണ്ടാണ് ഇതിന് വിളവെടുക്കുന്നത്? 3 മാസം. കൈ നട്ട് 3 മാസം വരെ നമുക്ക് ഇതിന്റെ വിളവെടുക്കാം. പക്ഷെ നമ്മുടെ കാലാവസ്ഥ ഈ ചൂടാണ് നമ്മുടെ പ്രശ്നം. മഞ്ഞുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് സാധനം എന്തെങ്കിലും വിളവ്. ചൂടുകാലം വന്നു കഴിഞ്ഞാൽ ചെടികളുടെ വൈകും. അത്രയും മാത്രമേ ഇതുള്ളൂ. എങ്കിൽ തന്നെ നല്ല രീതിയിൽ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 കിലോ 1.5 കിലോ 2 കിലോ പേടക്കൊന്നിതൊക്കെ. ഒപ്പം തന്നെ കർഷകരെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാകുന്ന സാധനം കൂടുതൽ കിട്ടിയാലല്ലേ അവർക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് പ്രൊഡക്ഷൻ നമുക്ക് കൂടുതൽ കിട്ടണം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിപ്പോ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ഘട്ടമാണ് നട്ട തൈകളാണ്. ഇതിപ്പോ നട്ടിട്ട് എത്ര ദിവസമായിട്ടുണ്ട്? ഇതിപ്പോ അതിപ്പോ ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ. വലുത് കണ്ടത് ഒരു മാസമായിട്ട്. സെപ്റ്റംബർ നമ്മൾ ആദ്യം നട്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നട്ട ചെടികളാണ് ഇത്. ഇത് ബ്രക്കോളി, ഇത് ചോളം സൂപ്പർ സാധനം. ചോളം നമ്മൾ നടുന്ന ചോളം, വെന്തി, അതുപോലെ തന്നെ ഈ ചെടികളെല്ലാം നടുന്നത് നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ കീടാക്രമണങ്ങൾ പരിധിവരെ, ക്യാബേജിന് കോളിഫ്ലവറിനും വരുന്ന ആകെ കീടം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പുഴുക്കൾ മാത്രമാണ്, ഇല തിന്നുന്ന പുഴുക്കളാണ്. അത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ വന്ന് ഏതെങ്കിലും ഒരു ഇല തിന്നു തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ പുഴു ഏതെങ്കിലും ഇലയിലോ അടിയിലോ എവിടെയെങ്കിലും കാണാം. അതിനെ പിടിച്ച് നമുക്ക് കൈകൊണ്ട് പിടിച്ച് കൊല്ലാൻ കാര്യമില്ല. അതിനുവേണ്ടി ഒരു കീടനാശിനിയും ക്യാബേജ് കോളിഫ്ലവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൃഷി ചെയ്യുന്നതിന് ഒരു കീടനാശിനിയും അടിക്കേണ്ട കാര്യമില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് അത് മാത്രമേ. ഡെയിലി ഒന്ന് നോക്കണം. അപ്പൊ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഇതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് ഫലം തിരിച്ചു തന്നിരിക്കും. അത് നോക്കണം. അതാണ് അതിന്റെ ഏറ്റവും വലിയ. അപ്പൊ അടുത്ത ഘട്ടം വന്നിരിക്കുന്നതാണ് ഈ സംഭവം കാണുന്നത്. ഇതിപ്പം ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. ഇതിപ്പോ 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഘട്ടം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉപയോഗത്തിന് അപ്പോൾ തീരുന്നതിനനുസരിച്ച് ഓരോ ഘട്ടമായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ 4 ഇലയാണ് ഏറ്റവും ചെടികൾ പറിച്ച് നടാൻ പറ്റിയ ഭാഗം. 4 ഇലയാണ്. 5ാമത്തെ ഇല വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള തൈകളാണ് നമുക്ക് നടേണ്ടത്. ഇത് ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ടൊക്കെ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുക? ബീറ്റ്റൂട്ട് ഉണ്ടാകും, പക്ഷെ ആ മണ്ണിനെ നമ്മൾ ഹാർഡാവുന്ന മണ്ണ് പറ്റില്ല.
ഇളക്കമുള്ള മണ്ണും അധികം ചരൽക്കൂട്ടില്ലാത്ത മണ്ണായിരിക്കണം. കാരണം ഈ സാധനം എന്താ വെച്ചാൽ ബൾക്ക് ഇത് വലുതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ മണ്ണ് ടൈറ്റ് ആവാനും പാടില്ല. അപ്പൊ അതായത് മണൽക്കൂട്ടുള്ള അത് ഈ പാടശേഖരങ്ങളിൽ ഈ സാധനം മണൽക്കൂട്ടുള്ള പാടശേഖരങ്ങളിൽ ക്യാബേജ് ഈ ക്യാരറ്റും ബീറ്റ്റൂട്ടും കൃഷി ചെയ്താൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇത് അത് കാപ്പണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസംബർ ജനുവരിയോടുകൂടി എൻ്റെ വിളവെടുപ്പ് സമയം ഓൾറെഡി കഴിയും. ഇപ്പോൾ ഒക്ടോബർ തൊട്ട് നവംബറിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫെബ്രുവരി ചില കാലഘട്ടങ്ങളിൽ നവംബർ ഫെബ്രുവരി ജനുവരി വരെ സീസൺ വരാറുണ്ട്. അപ്പൊ അത് ആ രീതിയിലൊക്കെ നമുക്ക് പിന്നെ നമുക്ക് പ്രൊഡക്ഷൻ ഒരുപാട് കൂടുതൽ കിട്ടിയില്ല എങ്കിൽ തന്നെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാം. ഈ കോളിഫ്ലവറിന്റെയും ബ്രക്കോളിയുടെ ഒക്കെ ഇല തോരൻ വയ്ക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇലക്കറികൾ നമ്മുടെ അതായത് ഭക്ഷണത്തിൽ കൂടെ ഒരു 4 ദിവസമെങ്കിലും ഉൾപ്പെടുത്തണമെന്നാണ് നല്ല ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. പക്ഷെ ആരും അത് നല്ല കുറച്ച് കറികൾക്ക് കഴിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഈ സാധനം കിട്ടാനില്ല. വിഷം അടിക്കാതെ ഒരു സാധനം നമുക്ക് കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ ഒരു പ്രശ്നമില്ല. പക്ഷേ എല്ലാവർക്കും എങ്കിൽ ക്യാബേജിൻ്റെ ഇല ഇച്ചിരി എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവരില്ല. ഇതും തോരൻ വയ്ക്കാവുന്ന ഒരു സാധനം തന്നെയാണ്. ഞാനിതെല്ലാം ഉപയോഗിച്ചിട്ടുള്ളതാണ്, ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചട്ടിയിലോ എവിടെ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് മണ്ണിൽ നടന്ന അത്തരം പ്രൊഡക്ഷൻ നമുക്ക് ഗ്രോ ബാഗിൽ കിട്ടിയെന്ന് വരില്ല. കിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മളത് കൊടുക്കുന്ന വെള്ളം മാത്രമേ അതിനകത്ത് കിട്ടുന്നുള്ളൂ. മറ്റൊന്നും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന അതിനകത്ത് ഓൾറെഡി ഉണ്ടാകാം. ഇത് കുറച്ച് ഏരിയയിൽ വരുന്നതും മറ്റത് സ്പ്രെഡ് ചെയ്ത് പോകണില്ല. അതിന്റെ അതനുസരിച്ച് കൊടുക്കാനുള്ള സ്പേസ് അല്ലേ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. സ്ഥലമില്ലാത്തവർക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ കൃഷി അല്ലെങ്കിൽ ചാക്കിലോ ചട്ടിയിലോ നടാൻ വരുന്നത്. എനിക്ക് ഗ്രോ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഒരു വർഷം കഴിയുമ്പോൾ കയറി പോയെന്ന് പറയും. ഇപ്പൊ ഈ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മടക്കാക്കി വെച്ചു. ഈ സാധനം നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് ഒരു തിക്നെസ് വരുമ്പോൾ ഗ്രോ ബാഗ് ഓൾറെഡി വെയിറ്റ് വരുമ്പോൾ പൊട്ടി പോകാൻ സാധ്യത. ഒരു വർഷമൊന്നും പൊട്ടില്ല, 2 വർഷം പൊട്ടില്ല. അത് കഴിയുമ്പോഴാണ് പൊട്ടി പോകുന്നത്. അപ്പൊ ഇത് 2 മടക്ക് നമ്മൾ കൊടുക്കുമ്പോൾ കണ്ടു എടുക്കുമ്പോൾ ആ ഗ്രോ ബാഗ് നമ്മൾ അറിയുന്നില്ല. അപ്പൊ അത് നമ്മളൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രോ ബാഗ് നമുക്ക് 4-5 വർഷം വരെ ഞാൻ ഗ്രോ ബാഗ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ വെള്ളം, അത് ഈ വെള്ളം കൊടുക്കുന്നതാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ചെടിക്ക് ആവശ്യമുള്ളതേ കൊടുക്കുള്ളൂ. ഓവറായിട്ട് വെള്ളം വേണ്ട, ഹോസ് ഇട്ട് നനയ്ക്കാതിരിക്കുക. നമുക്കൊക്കെ ഒരു കപ്പിൽ പത്രം എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കൂടുതലൊന്നും ഒരു ചെടി അങ്ങനെ മതി. പിന്നെ അതിനകത്ത് നമ്മൾ ചകിരിച്ചോറിനകത്ത് ആഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഈർപ്പം എപ്പോഴും കണ്ടത് നിലനിൽക്കുന്ന സാധനത്തിന് നനവുണ്ട്. ഡെയിലി നനച്ചു കൊടുക്കും. ഡെയിലി എല്ലാ ദിവസവും നനയ്ക്കും. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കും. ഒരു ചൂടുകാലം 2-3 ദിവസമായിട്ട് ഭയങ്കര ചൂട് വന്നത് ചെല്ലു വേണ്ടിയൊക്കെ ഞാൻ വെച്ച് പഠിപ്പിച്ചിരിക്കുന്നത് അത് ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ്. ഏത് ചെടികൾക്കും കീടങ്ങൾ. അപ്പൊ ഇവര് വന്ന് വേണ്ടത് നീലയാണ്, മഞ്ഞ കെണികളാണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. ചോളത്തിനെന്ന് വെച്ചാൽ ചോളത്തിന് ഒരു കീടാക്രമണം വന്നാൽ ചോളത്തിന് നഷ്ടപ്പെടുമൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ കീടങ്ങൾ അവരും അതുമ കയറി അങ്ങോട്ട് പൊയ്ക്കോളും. അപ്പൊ ഇവിടെ പച്ചക്കറികൾ മാത്രമല്ല കേട്ടോ, ഇലച്ചെടികൾ ഇവിടെ വെറൈറ്റി ഇലച്ചെടികൾ നല്ല ഭംഗിക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലച്ചെടികളും അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ പച്ചക്കറി തൈകളൊക്കെ നമ്മളിവിടെ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രോ ബാഗിൽ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൃഷിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, വളങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ്, അതേപോലെ സ്ലറി, അതെ അതെ അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ വരുന്നതിന് മുമ്പായിട്ട് ചേട്ടനൊന്ന് കോൺടാക്ട് ഞാൻ പള്ളിയിലെ ദേവാലയ ശുശ്രൂഷയാണ്. കാരണം പള്ളിയിൽ എപ്പോഴെങ്കിലും പ്രോഗ്രാം, പക്ഷെ ഞാനില്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷെ എങ്കിൽ തന്നെ എപ്പോൾ വരുമ്പോഴും എന്നെ എൻ്റെ കോൺടാക്ട് നമ്പർ ഒന്ന് വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ കോഴി വളർത്തലുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വരുമ്പോഴൊക്കെ കോഴിമുട്ട വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും വാങ്ങിച്ചപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മുട്ട കിട്ടുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.